ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇടനാഴിയിലൂടെയുള്ള യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ ശരിക്കും കിടക്കുന്ന പശ്ചിമേഷ്യയിലാണ്. അവിടെ ഗസയിൽ ഇന്നും ആക്രമണമുണ്ടായി. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ അവിടെ കരയുദ്ധം തുടങ്ങി 100ഓളം പേരാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഒക്കെ തന്നെ അക്രമങ്ങൾ നടക്കുകയാണ്. ആശുപത്രികൾ പോലും ബോംബിട്ട് തകർക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു. കുഞ്ഞുങ്ങൾ വാവിട്ട് വിശന്ന് നിലവിളിക്കുമ്പോൾ അവരുടെ മുകളിൽ ബോംബ് വന്ന് വീഴുന്നു. സ്ത്രീകൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും ഈ ഒരു നരഹത്യയിൽ അതൃപ്തി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കൂട്ടക്കൊല, ജനോസൈഡാണ് അവിടെ നടക്കുന്നത്. ഒരു വംശഹത്യ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള പാതകമാണ് ഈ ഗസയിൽ നടക്കുന്നത് നമ്മൾ അറിയുന്നു. ഒരുപക്ഷെ ലോകം മുഴുവൻ മനുഷ്യരാശി നടുങ്ങിപ്പോകുന്ന സാഹചര്യം ഗസയിലുണ്ട്. ഇപ്പോൾ പ്രൈം ടൈം ആരംഭിക്കും. ഹലോ, പ്രൈം ടൈം തുടരുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി പേരില്ലാത്ത ഒരു ചെക്ക് എഴുതി നിങ്ങൾ ട്രഷറിയിലേക്ക് പണം വാങ്ങാനും ചെക്ക് മാറാനും അയച്ചാൽ അതിനി ഉണ്ടാകില്ല. ഓർ ബെയറർ എന്ന പരാമർശം ഒഴിവാക്കി. അതായത് ചെക്കിനകത്ത് ബെയറിന് പണം കൊടുക്കണം എന്ന് എഴുതി വിടുന്ന ചെക്ക് ഇനി ട്രഷറി പാകസാക്കാൻ സാധ്യതയില്ല. ചെക്ക് കൊണ്ടുവരുന്നയാൾക്ക് പണം നൽകണം എന്ന് നിഷ്കർഷിക്കുന്നതാണ് ഓർ ബെയറർ എന്ന് പറയുന്നത്. ക്രമക്കേടുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനമെന്നാണ് ധനവകുപ്പ് പറയുന്നത്. ധനവകുപ്പിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് 24 ലഭിച്ചു. ഇനി മുതൽ ചെക്കും കൊണ്ടുപോകുന്ന ബെയററിന് ട്രഷറിയിൽ നിന്ന് ചെക്ക് മാറി പണം കിട്ടില്ല. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ആണ്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ പറയൂ. എസ്കാൻ, ഗുഡ് ഈവനിങ്. എസ്കാൻ, പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. ട്രഷറി സേവിങ്സ് അക്കൗണ്ടുകളിലെ ഇടപാടുകൾക്കുള്ള ചെക്കുകളിൽ പേ ടു എന്നും ഓർ ബിയറർ എന്നും രേഖപ്പെടുത്തിയിരുന്നു. അതിൽ പ്രധാനമായി ഈ ട്രഷറി അക്കൗണ്ട് ഉടമ അല്ലാത്ത വ്യക്തി വരികയാണെങ്കിൽ പ്രധാനമായും 3 തരത്തിൽ അതിൽ നിന്ന് ട്രഷറി അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കാമായിരുന്നു. സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കാമായിരുന്നു. ഒന്ന്, ആ ട്രഷറി അക്കൗണ്ട് ഉടമ തന്നെ നേരിട്ട് വരാം. അതല്ല എങ്കിൽ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ആ പേര് കൃത്യമായി തന്നെ രേഖപ്പെടുത്തണം, വരുന്നത് ആരാണെന്ന് രേഖപ്പെടുത്തണം, അങ്ങനെ ഒരാൾക്ക് എടുക്കാം. അതല്ലാതെ മൂന്നാമതൊരു കക്ഷിക്ക് കൂടി ഓർ ബെയറർ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് മൂന്നാമതൊരു കക്ഷിക്ക് കൂടി ആ പണം പിൻവലിക്കാനുള്ള ഒരു ലൂപ്പ് ഉണ്ടായിരുന്നു ട്രഷറി സേവിങ്സ് സംവിധാനത്തിൽ. അത് നിർത്തലാക്കുകയാണ്. ഓർ ബെയറർ സ്കീം, ആ ടേം തന്നെ ട്രഷറി അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് സർക്കാർ. അങ്ങനെ നീക്കം ചെയ്യണമെന്ന് ട്രഷറി ഡയറക്ടർ തന്നെയാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. കാരണം ഇത്തരത്തിൽ മൂന്നാം കക്ഷി വന്ന്, പേരില്ലാതെ ഒരു മൂന്നാം കക്ഷി വന്ന് ഇത്തരം അക്കൗണ്ടുകളിൽ നിന്ന് പണം ക്രമരഹിതമായി പണം എടുക്കുന്ന ക്രമക്കേട് ട്രഷറിയിൽ വ്യാപകമാണ് എന്ന പരാതി ട്രഷറി ഡയറക്ടർക്ക് ലഭിച്ചു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഓർ ബെയറർ പരാമർശം ഒഴിവാക്കുന്നതായി സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചെക്ക് കൊണ്ടുവരുന്നയാൾക്ക് പണം നൽകണമെന്ന് നിഷ്കർഷിക്കുന്നതാണ് ഈ ഓർ ബെയറർ സംവിധാനം. അതിനി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വന്തമായാണ് ചെക്ക് മാറാൻ എത്തുന്നതെങ്കിൽ പേ ടു സെൽഫ് എന്ന ആ ചെക്കിൽ എഴുതണം. രണ്ടാമതൊരാൾക്കാണ് ചെക്ക് നൽകുന്നതെങ്കിൽ അയാളുടെ പേരും ആ ചെക്കിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് രണ്ടുമല്ലാത്ത ചെക്കുകൾ ഇനി മാറില്ല എന്ന സുപ്രധാനമായ തീരുമാനം ട്രഷറി വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട ആ ഓർ ബെയറർ പരാമർശം ഒഴിവാക്കുന്ന ഉത്തരവാണ് നമുക്ക് ലഭിച്ചത്. ആ ധനവകുപ്പിന്റെ ഉത്തരവ് 24 ലഭിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനമാണ് ധനവകുപ്പിനെ സംബന്ധിച്ച്. ഇത് സാമ്പത്തിക ക്രമക്കേട് ഈ ട്രഷറി സേവിങ്സ് അക്കൗണ്ടുമായി ഉയരുന്ന പരാതികൾ തടയുന്നതിനാണ് ഈ പ്രധാനപ്പെട്ട തീരുമാനമെന്ന് ട്രഷറി ഡയറക്ടർ വ്യക്തമാക്കുന്നു. എസ് കെ എൻ. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ബെയറർ ചെക്ക് മാറില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. ചെക്കുമായി പോകുമ്പോൾ നമ്മൾ ചെക്കിൽ എന്താ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കിക്കോളൂ. കാര്യം ട്രഷറിൽ ആ ചെക്ക് പാസ്സാകില്ല. ചെക്ക് ഒരാളുടെ പേരിൽ മാറ്റിയെടുക്കുമ്പോൾ അയാളുടെ പേര് തന്നെ അതിൽ രേഖപ്പെടുത്തണം. ഇന്ന് കേരള നിയമസഭ ചരിത്രം എഴുതി. ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായ 3-ാം ദിവസവും അടിയന്തര പ്രമേയം കേരള നിയമസഭ ചർച്ച ചെയ്തു. വിലക്കയറ്റം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചപ്പോൾ ഓണക്കാലത്തെ വിപണി ഇടപെടലും കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയും ഒക്കെ ഉന്നയിച്ച് സർക്കാരിൻ്റെ മറുപടി പ്രതിപക്ഷത്തെ തൃപ്തരാക്കിയില്ല. പണപ്പെരുപ്പം ഉൾപ്പെടെ കണക്കുകൾ നിരത്തിയാണ് പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചത്. എന്നാലും സർക്കാർ പരാജയമാണെന്ന് ആരോപിച്ച് അവസാനം പ്രതിപക്ഷം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ വിലക്കയറ്റവും പണപ്പെരുപ്പവും ഉയർത്തിയായിരുന്നു ഇന്നത്തെ അടിയന്തര പ്രമേയം. PC വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തീരുമാനിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്നും വിലക്കയറ്റത്തിൽ ഇനി സർക്കാർ കോൺക്ലേവ് നടത്താമെന്നും PC വിഷ്ണുനാഥിന്റെ പരിഹാസം. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇനി ഇപ്പോൾ ഈ സർക്കാരിന് മുമ്പിൽ ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇപ്പോൾ മൊത്തത്തിലൊരു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്
ഒരു അന്തർദേശീയ വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാം. പ്രതിപക്ഷം സ്ഥിതിവിവര കണക്കുകൾ നിരത്തിയപ്പോൾ സർക്കാർ പൊങ്ങച്ചം പറയുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. കഴിഞ്ഞ 9 മാസക്കാലമായി റീറ്റെയിൽ പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിലും വിലക്കയറ്റത്തിലും കേരളം 1-ാം സ്ഥാനം തുടർച്ചയായി കൊണ്ടുപോവാണ്. ഇത് കേരള കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് എല്ലാ കാലത്തും കേരളം 1-ാം സ്ഥാനമാണ് എന്നുള്ള വാദം ശരിയല്ല. ഓണക്കാലത്ത് വിപണിയിൽ ഇടപെടാൻ കഴിഞ്ഞെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ മറുപടി. ഓണത്തിന് ഒരു തരി അരി പോലും നൽകാത്ത കേന്ദ്ര നിലപാടിനെതിരെ പ്രതിപക്ഷം പറയാൻ തയ്യാറായിട്ടില്ലെന്നും ഭക്ഷ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഈ മലയാളിക്ക് അരി നിഷേധിച്ച, അരി നൽകില്ലെന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദ്യം ചെയ്യാൻ, ഇത് ഈ നിമിഷം വരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എപ്പോഴും ഗവൺമെന്റിനെ കുത്തുന്ന ആ നിലപാടുമായി അധിക ദൂരം പോയാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്നും ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ മന്ത്രി പറഞ്ഞത് കള്ളമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഈ സർക്കാരിന്റെ കാലത്ത് 16 അടിയന്തര പ്രമേയം ചർച്ച ചെയ്തപ്പോൾ അതിൽ 4 അവതരിപ്പിച്ചത് PC വിഷ്ണുനാഥാണ്. 24 തിരുവനന്തപുരം. അടിയന്തര പ്രമേയങ്ങൾ തുടർച്ചയായി ചർച്ചയ്ക്കെടുക്കുന്നത് സർക്കാരിൻ്റെ രാഷ്ട്രീയ തന്ത്രമാണെന്ന് നിരീക്ഷകർ കണക്കൂട്ടുന്നു. സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിനുള്ള അവസരമാക്കി മാറ്റുകയാണ് ഒരു തന്ത്രം. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിനെ നേരിടാൻ തങ്ങൾക്ക് ഭയമില്ലെന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കുക, അത് രണ്ടാമത്തെ തന്ത്രം. സർക്കാരിൻ്റെ ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ്. ആ ലക്ഷ്യത്തിൽ മൂക്കുകുത്തി വീണോ പ്രതിപക്ഷം എന്ന സംശയം മാത്രം ബാക്കിയാകുന്നു. നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് റൂൾ 50 പ്രകാരമുള്ള ഉപക്ഷേപം അഥവാ അടിയന്തര പ്രമേയം. പ്രതിപക്ഷത്തിന്റെ വജ്രായുധമെടുത്ത് അവർക്കെതിരെ തന്നെ ഉപയോഗിക്കുന്ന തന്ത്രത്തിനാണ് കഴിഞ്ഞ 3 ദിവസമായി കേരള നിയമസഭ സാക്ഷ്യം വഹിക്കുന്നത്. ശൂന്യവേളയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയ നോട്ടീസിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സഭ നിർത്തിവെച്ച് ചർച്ച അനുവദിക്കുമ്പോൾ സർക്കാരിന് ലക്ഷ്യങ്ങൾ പലതാണ്. അടിയന്തര പ്രമേയ ചർച്ചയെ അവസരമാക്കി മാറ്റിക്കൊണ്ട് സർക്കാരിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുക എന്നതാണ് ഒരു ലക്ഷ്യം. സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ലക്ഷ്യമിട്ടാണ് ഓരോ അടിയന്തര പ്രമേയവും അവതരിപ്പിക്കപ്പെടുന്നത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന അത്തരം വിഷയങ്ങളെ നേരിടാനോ മറുപടി നൽകുന്നതിനോ തെല്ലും ഭയമില്ലെന്ന സന്ദേശം കൂടി നൽകാൻ സർക്കാർ അടിയന്തര പ്രമേയ ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. അംഗബലമനുസരിച്ചാണ് നിയമസഭയിലെ ചർച്ചകൾക്ക് മുന്നണികൾക്ക് സമയം അനുവദിക്കുന്നത്. 98 അംഗങ്ങളുള്ള ഭരണമുന്നണിക്കാണ് പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ സമയം ലഭിക്കുന്നത്. സർക്കാരിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ ഭരണപക്ഷത്തിന് കൂടുതൽ സമയം ലഭിക്കുമെന്നതും ചർച്ച അനുവദിക്കാൻ സർക്കാരിന് പ്രേരണയാകുന്നുണ്ട്. അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ പ്രതിപക്ഷത്തിനുമുണ്ട് ചില നേട്ടങ്ങൾ. സഭാതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയം ചർച്ച ചെയ്യാൻ സർക്കാരിനെ നിർബന്ധിതമാക്കിയതാണ് പ്രതിപക്ഷത്തിന്റെ നേട്ടം. സർക്കാരിന് നേരെയുള്ള കുറ്റപത്രം പോലെ ഓരോ വിഷയങ്ങളിലും പറയാനുള്ളതെല്ലാം ഉന്നയിക്കാവുന്നതും പ്രതിപക്ഷത്തിന് നേട്ടമാകുന്നു. 15ാം കേരള നിയമസഭയുടെ കാലത്ത് ചർച്ചയ്ക്കെടുക്കുന്ന 16ാമത്തെ അടിയന്തര പ്രമേയമാണ് ഇന്ന് സഭ പരിഗണിച്ചത്. കേരള നിയമസഭ നിലവിൽ വന്ന ശേഷം ചർച്ചയ്ക്കെടുത്ത അടിയന്തര പ്രമേയങ്ങളുടെ പകുതിയിലേറെയും ഈ സർക്കാരിന്റെ കാലത്താണെന്ന പ്രത്യേകതയുമുണ്ട്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. 10 കൊല്ലത്തിനിടെ 144 പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് നുണയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നു. 144 പേരെ പിരിച്ചുവിട്ട രേഖ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് വെല്ലുവിളിച്ചു. സംസ്ഥാനത്തെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച KSU നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് ഇന്ന് അക്രമാസക്തമായതും മറ്റൊരു വാർത്തയായി. ഇപ്പോൾ കണക്കുകൾ നോക്കാം. കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത്. പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. 10 വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടത് 50 പേരെ മാത്രമെന്ന് രമേശ് ചെന്നിത്തല. ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ പോലും പിരിച്ചുവിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല. 144 പേരെ തന്റെ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന മുഖ്യമന്ത്രി വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത്. ആകെ പിരിച്ചുവിട്ടത് 50-ൽ താഴെ പോലീസുകാരെയാണ്. പോലീസ് മർദ്ദനങ്ങൾക്കെതിരെ നിയമസഭയിലേക്ക് KSU നടത്തിയ മാർച്ച് അക്രമാസക്തമായി. ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുകയും ചെയ്തു. നിയമസഭാ പരിസരത്തെ ഫ്ലക്സ് ബോർഡുകളും KSU പ്രവർത്തകർ തകർത്തു. തെരുവിലേക്കിറങ്ങിയ പ്രവർത്തകർ പാളയത്തെ താൽക്കാലിക ബാരിക്കേഡുകളും തകർത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലും സംഘർഷം. പോലീസ് ഷീൽഡുകൾ പിടിച്ചെടുത്ത് KSU പ്രവർത്തകർ തകർത്തു. സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടി കടക്കാനും ശ്രമം. ഒടുവിൽ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. 24 തിരുവനന്തപുരം.
വനം വന്യജീവി നിയമ ഭേദഗതി ബില്ലുകൾ സർക്കാരിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന് ആരോപണം ഉയർത്തിയെന്ന് പ്രതിപക്ഷം. എന്നാൽ നിയമസഭയിൽ ഈ ബില്ലിനെ പ്രതിപക്ഷം പിന്തുണച്ചു. കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി സംസ്ഥാനം നിയമമുണ്ടാക്കിയാൽ നിലനിൽക്കുമോ എന്ന സംശയം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഇന്ന് പ്രകടിപ്പിച്ചു. വോട്ട് ലക്ഷ്യം വെച്ചുള്ള ബില്ലാണ് എന്ന സന്ദേശം ജനങ്ങൾക്ക് ദയവീത് നൽകരുത് എന്നാണ് വനം മന്ത്രി AK ശശീന്ദ്രന്റെ അഭ്യർത്ഥന. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിച്ചാൽ ഉടനെ അതിനെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നതാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനംവകുപ്പ് മുഖേന മുറിച്ചുമാറ്റി വിൽപ്പന നടത്തുന്നതിന് അനുമതി നൽകുന്നതാണ് വനഭേദഗതി ബില്ല്. മലയോര ജനതയെ ബാധിക്കുന്ന ബില്ലിന്മേൽ സഭയിൽ നടന്നത് വിശദമായ ചർച്ച. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ഭേദഗതി നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വന്നാൽ ഈ പറയുന്നത് പോലുള്ള നടപടികളൊന്നും ഇല്ലാതെ തന്നെ കാട്ടുപന്നിയെ വെടിവെക്കാനും നാം സഭയിലെ പല അംഗങ്ങളും സംസാരത്തിൽ അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ബില്ല് തെരഞ്ഞെടുപ്പ് അജണ്ടയെന്ന് പ്രതിപക്ഷം. രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് ബില്ലെത്തിയാൽ പാർലമെന്റിൽ കോൺഗ്രസ് സഹകരിക്കണമെന്ന് മന്ത്രി P. രാജീവ്. ചർച്ചകൾക്കൊടുവിൽ വനം വന്യജീവി ഭേദഗതി ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബില്ലും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. മുതിർന്ന നേതാവ് AK ആന്റണിക്കെതിരായ വിമർശനത്തെ സഭയിൽ എതിർക്കാത്തതിൽ ന്യായീകരണവുമായി കോൺഗ്രസ്. മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും സംസാരിക്കാൻ അവസരമില്ല എന്ന വാദമുയർത്തിയായിരുന്നു പ്രതിരോധം. AK ആന്റണിയെ അവഹേളിക്കുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിരോധിക്കേണ്ടതായിരുന്നെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. AK ആന്റണിയുടെ വാർത്താ സമ്മേളനത്തിലെ പരാമർശത്തെ അനുകൂലിച്ചും എതിർത്തും ഇന്ന് പ്രതികരണങ്ങൾ വന്നു. AK ആന്റണിയുടെ ഭരണകാലത്തെ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയും ഭരണപക്ഷവും പ്രതിപക്ഷത്തിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ചിരുന്നു. ഇതിന് പ്രതിപക്ഷത്തു നിന്ന് ആരും പ്രതിരോധിക്കാതിരുന്നതോടെയാണ് AK ആന്റണി സ്വയം പ്രതിരോധത്തിനിറങ്ങിയത്. ശിവഗിരി, മുത്തങ്ങ, മാറാട് സംഭവങ്ങളിലാണ് ആന്റണി പ്രതികരിച്ചത്. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ AK ആന്റണിയെ പിന്തുണച്ച നേതാക്കൾ. വിനോദം എന്നൊരു പോലീസുകാരനെ അടിച്ചു കൊലപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ഒരു പോലീസ് നടപടിയാണ്. പക്ഷെ ആദിവാസികൾക്ക് നേരെ അത് നടത്താൻ പാടില്ല, ക്ഷമ ചോദിക്കുന്നുവെന്ന് ശ്രീമാൻ AK ആന്റണി പറഞ്ഞത് ഒരു മഹത്തായ കാര്യമാണ്. കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോട് AK ആന്റണിയുടെ പ്രതികരണം ഇങ്ങനെ. റണ്ണിങ് കമന്ററി എൻ്റെ ശൈലിയല്ല. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രതികരണം കൊടുക്കുന്ന ഏർപ്പാട് എനിക്കില്ല. റണ്ണിങ് കമന്ററിക്കാനില്ല. ഇന്നലത്തെ അധ്യായം ക്ലോസ് ചെയ്തു. AK ആന്റണിയെ പിന്തുണച്ച് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ രംഗത്തെത്തി. ബലം പ്രയോഗിച്ചും വിധി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ ഗവൺമെന്റ് വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചത്. മുത്തങ്ങയിൽ അന്ന് അനുഭവിച്ച പീഡനങ്ങൾക്ക് എങ്ങനെ മാപ്പ് നൽകുമെന്നായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയ CK ജാനുവിന്റെ പ്രതികരണം. വൈകിയ വേളയിൽ ഖേദം പ്രകടിച്ചതിൽ എന്തായാലും തിരിച്ചറിഞ്ഞാൽ ആശ്വാസം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങളിലേക്ക് ശരിക്കും പോകണമായിരുന്നു. AK ആന്റണിയുടെ പരാമർശങ്ങൾ നിയമസഭയിൽ ഭരണപക്ഷം ചർച്ചയാക്കി. അതേസമയം സർക്കാർ പുറത്തുവിടണമെന്ന് AK ആന്റണി ആവശ്യപ്പെട്ട ശിവഗിരി, മാറാട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ നേരത്തെ നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. 24 തിരുവനന്തപുരം. നമ്മുടെ പ്രേക്ഷകൻ ശ്രീനിവാസൻ പറയുന്നു, താങ്കൾക്ക് ചെറിയൊരു തിരുത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ നമുക്ക്. സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടത്തിയ ചെലവ് സർവകലാശാലകൾ തന്നെ വഹിക്കണമെന്ന് രാജ്ഭവന്റെ ആവശ്യം. 11 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ട ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് രാജ്ഭവനിൽ നിന്ന് ഒരു കത്ത് പോയി. 24 എക്സ്ക്ലൂസീവ്. വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരിനെതിരെ നടത്തിയ കേസുകളുടെ വക്കീൽ ഫീസ് സർവകലാശാലകൾ നൽകണമെന്ന അസാധാരണ ആവശ്യമാണ് രാജ്ഭവന്റേത്. സുപ്രീം കോടതിയിൽ കേസിനായി അറ്റോർണി ജനറൽ നൽകിയതടക്കം 11 ലക്ഷം രൂപ ചെലവായി. ഇത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾ നൽകണം. ഓരോ സർവകലാശാലകളും 5.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ മാസം 20-നാണ് ഈ ആവശ്യം ഉന്നയിച്ച് സർവകലാശാലകൾക്ക് രാജ്ഭവൻ കത്തയച്ചത്. കത്തിൽ സർവകലാശാലകൾ തീരുമാനമെടുത്തിട്ടില്ല. സാങ്കേതിക സർവകലാശാലയിൽ സിൻഡിക്കേറ്റിന്റെ കൂടി അനുമതിയോടെയാണ് ഈ തുക അനുവദിക്കേണ്ടത്. താൽക്കാലിക VC സ്വന്തം നിലയിൽ പണം അനുവദിച്ചാൽ എതിർക്കാനാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം. 2 സർവകലാശാലകളിലെയും കേസുകൾ ഇപ്പോഴും തീർന്നിട്ടില്ല. സ്ഥിരം VC നിയമനത്തിന്റെ സെർച്ച് കമ്മിറ്റിയിൽ
UGC പ്രതിനിധി കൂടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്ഭവൻ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യപ്പെട്ട തുക സർവകലാശാലകൾ അനുവദിച്ചാൽ തുടർ നിയമ നടപടിക്കുള്ള തുകയും അനുവദിച്ചു നൽകേണ്ടി വരും. സാധാരണ സർവകലാശാലകൾ കക്ഷിയായ കേസുകളിൽ മാത്രമാണ് നിയമ നടപടിക്കുള്ള ചെലവുകൾ സർവകലാശാലകൾക്ക് നൽകാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ സർക്കാരും ഗവർണറുമാണ് കേസിലെ കക്ഷികൾ. പിന്നെ എങ്ങനെയാണ് സർവകലാശാലകൾ ഈ കേസിനുള്ള പണം നൽകുക എന്ന ചോദ്യവും നിർണായകമാണ്. ഇത്തരത്തിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർമാർ സ്വന്തം നിലയിൽ പണം അനുവദിച്ചാൽ അതൊരു കീഴ്വഴക്കമായി മാറാനും സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ബിബീഷ് കേരള പറയുന്നുണ്ട്, ഈ റെസ്കെയിൻ ഈ പാലസ്തീൻ യുദ്ധം അവരുമായിട്ടുണ്ടാക്കിയതല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഇസ്രയേലിലേക്ക് ഹമാസ് ഭീകരർ നുഴഞ്ഞു കയറിയതല്ലേ ഈ പ്രശ്നം? അടിയന്തരമായി ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ അതാണെങ്കിലും പലസ്തീൻ പ്രശ്നം ഈ പശ്ചിമേഷ്യയിൽ കത്തിപ്പടരാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി എന്ന് താങ്കൾ ഓർമ്മിക്കുക. ഇന്നും ഇന്നലെയും ഒന്നും ഉണ്ടായതല്ല പാലസ്തീൻ പ്രശ്നം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സമയം നമുക്കില്ല. പി ചന്ദ്രൻ പറയുന്നത് SK നല്ല കാര്യമാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ഗവൺമെൻറ് മുന്നിലുള്ള സത്യങ്ങൾ പറയാൻ ഒരു അവസരം നൽകുന്നു എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം കിട്ടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക്, ഒരു വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ചിങ്ങവനം കോട്ടയം സെക്ഷനിലെ പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട് 6 ട്രെയിനുകൾ ആലപ്പുഴ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. 5 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. ഈ 19, 20, 21 തീയതികളിലാണ് ഈ നിയന്ത്രണം. അതായത് സെപ്റ്റംബർ 19, 20, 21 തീയതികളിലാണ് ഈ നിയന്ത്രണം. AV ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു വിശദാംശങ്ങൾ നൽകാൻ. പറയൂ ജയശങ്കർ, അപ്ഡേറ്റ്. ചിങ്ങവനം കോട്ടയം സെക്ഷനിലെ പാലത്തിലെ അറ്റകുറ്റപ്പണികൾ മൂലമാണ് 6 ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടുന്നത്. 5 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. 19, 20, 21 തീയതികളിലാണ് നിലവിൽ നിയന്ത്രണം. തിരുവനന്തപുരം സെൻട്രൽ MGR, ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് ശ്രീ ഗംഗാധർ വീക്ക്ലി എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് ബംഗളൂരു ഹംസർ എക്സ്പ്രസ്, കന്യാകുമാരി ത്രിപുര വിവേക് എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ അമൃത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളാണ് 20-ാം തീയതി ആലപ്പുഴ വഴി തിരിച്ചുവിടുക. ഒപ്പം തന്നെ ഗുരുവായൂർ മധുര എക്സ്പ്രസ്, ഒപ്പം തന്നെ സെപ്റ്റംബർ 20 കൊല്ലത്ത് യാത്ര അവസാനിക്കും. കൊല്ലത്തിനും ഗുരുവായൂരിനും ഇടയിൽ ഭാഗികമായി സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. ഗുരുവായൂർ മധുര എക്സ്പ്രസ് 21 ഗുരുവായൂരിലും കൊല്ലത്തിനും ഇടയ്ക്ക് റദ്ദാക്കി. പകരം കൊല്ലത്ത് നിന്ന് ഉച്ചയ്ക്ക് 2:10 ട്രെയിൻ യാത്ര ആരംഭിക്കും. അങ്ങനെ 5ഓളം ട്രെയിനുകളാണ് ഇപ്പോൾ ഭാഗികമായി ഇത്തരത്തിൽ റദ്ദാക്കിയിരിക്കുന്നതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ റെയിൽവേ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യാത്രക്കാരെ വലിയ തോതിൽ ബാധിക്കാത്ത രീതിയിലാണ് ഈ ഒരു ക്രമീകരണം നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയിരിക്കുന്നത് 20-ാം തീയതിയാണ്. 21-ാം തീയതിയാണ് ട്രെയിനുകൾ ആലപ്പുഴ വഴി ഈ ട്രെയിനുകൾ വഴി തിരിച്ചുവിടുന്നത്. 6 ട്രെയിനുകളാണ് ആലപ്പുഴ വഴി തിരിച്ചുവിടുന്നത്. 5 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ബീന ജയൻ പറയുന്നു SK വേറെ കുറച്ച് പുതിയ ന്യൂസുകൾ കൂടി ഇതിൽ ചേർക്കണം വെറൈറ്റിക്ക്. തീർച്ചയായിട്ടും നമ്മൾ വെറൈറ്റി ഉണ്ടാക്കാം. ഈ കാര്യം കൂടുതൽ ശ്രദ്ധിക്കാൻ നമ്മുടെ ഈ ന്യൂസിൻ്റെ പ്രൊഡ്യൂസറോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം ജില്ലയിലെ ഭൂരിഭാഗം വിശ്വാസികളും ആഗ്രഹിക്കുന്നത് ജനാഭിമുഖ കുർബാനയെന്ന് കടമക്കുടി പള്ളിവികാരി സ്ഥാനം രാജിവെച്ച ഫാദർ അഗസ്റ്റിൻ വട്ടോളി. അൾത്താര അഭിമുഖ കുർബാന തോക്കിൻ മുനയിൽ നിർത്തി ചൊല്ലിപ്പിക്കുന്നതിനോട് എതിർപ്പുണ്ടെന്നും ഫാദർ അഗസ്റ്റിൻ വട്ടോളി 24നോട്. സുർജിത് അയ്യപ്പൻ റിപ്പോർട്ട് ഫ്രം വയനാട്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള കടമക്കുടി പള്ളി വികാരി സ്ഥാനമൊഴിഞ്ഞ ഫാദർ അഗസ്റ്റിൻ വട്ടോലി നമ്മോടൊപ്പം ചേരുകയാണ്. ഫാദർ, ഈ കുർബാനയ്ക്കിടയിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്? അത് ഒരുപാട് കാലമായി 50 വർഷമായിട്ട് നടക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തോട് ബന്ധപ്പെടുത്തിയിട്ട് അത് ജനാഭിമുഖ കുർബാന വേണമെന്ന് ഒരു ഭാഗം, അൾത്താരാഭിമുഖ കുർബാന വേണമെന്ന് മറ്റൊരു ഭാഗം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങളും വൈദികരും വിശ്വാസികൾ മുഴുവൻ സമൂഹവും 99% ആഗ്രഹിക്കുന്നത് ജനാഭിമുഖ കുർബാനയാണ്. അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. തോക്കിൻ മുനയിൽ നിർത്തിയിട്ട് ഇത് ചൊല്ലിയിരിക്കണം, ചൊല്ലിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നടപടികൾക്കെതിരാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ഈ കുർബാന ചൊല്ലുക സാധ്യമല്ല. ജനങ്ങളെ ഒന്നിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥന ഭിന്നിപ്പിന് കാരണമാകുന്നത്, അത് ഭിന്നിപ്പിൻ്റെ സ്വരമായി മാറുന്നത് ഒരു കാരണവശാലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ വാദങ്ങളെ, അവരുടെ താല്പര്യങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ ചവിട്ടി മതിച്ചുകൊണ്ടാണ് ഒരു ബുൾഡോസിങ് നടത്തുന്നത്. ആ ബുൾഡോസിങ് ജനാധിപത്യ വിരുദ്ധമാണ്, ക്രിസ്തു വിരുദ്ധമാണ്, യേശുവിൻ്റെ നിലപാടുകൾക്ക് മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്, അത് മനുഷ്യവിരുദ്ധമാണ്. ഇതിനകത്ത് ഈ ഭൂമി ഇടപാട്, അതോടൊപ്പം തന്നെ കന്യാസ്ത്രീ പീഡന വിഷയം ഉണ്ടായി. ആ ഘട്ടത്തിലൊക്കെ അച്ഛൻ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് എടുത്ത ഒരാളാണ്. ഒരു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്താലും ചോദ്യം ചെയ്യപ്പെടില്ല. എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല ഇവിടെ.
എന്ന് പറയുന്ന ഒരു മെത്രാൻ്റെ പരമാധികാര ധാർഷ്ട്യമുണ്ടല്ലോ, ഒരു മാടമ്പിത്തരം, ഭൂമി കച്ചറ കുംഭകോണം. അത് ഒരുപക്ഷേ ഈ കുർബാന വിഷയം എടുത്തിടാൻ കാരണം ഈ ഭൂമി കുംഭകോണ വിഷയം, ആ ചർച്ചയുടെ ഗതിവിഗതികൾ മാറ്റാൻ വേണ്ടി കൂടി ആയിരിക്കാം ഇത്തരത്തിലുള്ളൊരു കാര്യമെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നതിൽ അങ്ങനെയാണ് തെറ്റ് പറയാൻ പറ്റുക. ഞാൻ ഇവിടെ ഇടവക ജീവിതത്തിലേക്ക്, ഇടവക പ്രവർത്തനത്തിലേക്ക് മാറിയെങ്കിലും എൻ്റെ ജനകീയ സമരങ്ങളിലുള്ള എൻ്റെ ഭാഗഭാഗിത്വം ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും സാമൂഹ്യ പ്രവർത്തനത്തിലും സാമൂഹിക പ്രത്യേകിച്ച് ഈ ജനകീയ വിഷയങ്ങളിലും കൂടുതൽ ഏകാഗ്രമായി കൂടുതൽ ശ്രദ്ധയോടുകൂടി പങ്കെടുക്കണം, അതിലേക്ക് മടങ്ങി പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഈ വൈദിക വൃത്തിയിൽ ഈ ഒരു വികാരി എന്നുള്ള അത്തരം ഇടപെടൽ, അത്തരം സാധ്യതകളുണ്ടോ മുന്നിൽ? ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ലിറ്റാർജിക്കൽ വേരിയൻ്റായി എന്നാണോ ജനാഭിമുഖ കുർബാന ആരാധന അവകാശമായി എറണാകുളം അങ്കമാലിയിൽ അത് പ്രഖ്യാപിക്കപ്പെടുന്നത്, നടപ്പിലാക്കപ്പെടുന്നത്, അന്ന് എൻ്റെ രാജി പിൻവലിച്ചുകൊണ്ടുള്ള എഴുത്ത് ഞാൻ തിരിച്ചു നൽകും. അത് ഞാൻ വളരെ വ്യക്തമാക്കിയിട്ടുള്ളത്. തൽക്കാലം മാറി നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, എന്നേക്ക് മാറി നിൽക്കുന്നു എന്നല്ല. നിലപാടുകൾ പങ്കുവയ്ക്കുകയായിരുന്നു ഫാദർ അഗസ്റ്റിൻ വട്ടോലി. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. മിനി ബാബു ചോദിക്കുന്നു, 24ൻ്റെ സ്റ്റഡി അബ്രോഡ് വിജയിച്ചു അല്ലേ, കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടായിരുന്നു. തീർച്ചയായും മിനി ബാബു, നല്ല പ്രതികരണമാണ്. മാത്രമല്ല നമ്മുടെ വിശ്വാസ്യത, 24ൻ്റെ വിശ്വാസ്യത തീർച്ചയായിട്ടും രക്ഷകർത്താക്കളെ അറിയിക്കുന്ന ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ഈ അവസരത്തിൽ കുട്ടികൾക്ക് കൂടി ഏറ്റവും സൗകര്യപ്രദമായ കാര്യങ്ങൾ ചെയ്യാനാണ് എൻ്റെ ഒരു ശ്രമവും. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഓൺലൈൻ IELTS PTE പരിശീലന പദ്ധതി ഇപ്പോൾ 24 സ്റ്റഡി അബ്രോഡ് സംഘടിപ്പിക്കുന്നുണ്ട്. സാധാരണ ഇതിലൊരു 12,000 രൂപ ചാർജ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഇത്. ഇപ്പോൾ ഇത് 24 സ്റ്റഡി അബ്രോഡ് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒക്ടോബർ 2 വിദ്യാരംഭമാണ്. നിങ്ങൾക്കറിയാം, ഈ വിദേശ പഠനത്തിനുള്ള വിദ്യാരംഭമായിരിക്കും നമ്മൾ കുറിക്കുന്നത്. +2 ബിരുദം പൂർത്തിയാക്കിയ ആർക്കും അവസാന വർഷ ബിരുദാനന്തര ബിരുദ എഞ്ചിനീയറിംഗ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അപേക്ഷിക്കാം. IELTS സൗജന്യമായി പഠിപ്പിക്കുന്ന സ്ഥാപനമായി 24 സ്റ്റഡി അബ്രോഡ് മാറിയിരിക്കുകയാണ്. 1.5 മാസമാണ് ഈ പരിശീലനത്തിൻ്റെ കാലാവധി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിന് വിദഗ്ധരായ അധ്യാപകർ ക്ലാസ്സുകൾ എടുക്കും. പ്രാക്ടിക്കലും മാതൃകാ പരീക്ഷകളും ഒക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓൺലൈനായിട്ടാണ് ഈ ക്ലാസ്സുകൾ നടക്കുക. ഇന്ത്യയിലെയും ഗൾഫ് നാടുകളിലെയും ഒക്കെ ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം. പരിശീലനത്തിൽ പങ്കെടുത്ത് 24 സ്റ്റഡി അബ്രോഡ് വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിദേശ സർവകലാശാലകളിലേക്ക് പ്രവേശനവും നേടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ www.24studyabroad.com എന്ന വെബ്സൈറ്റിലോ അതല്ലെങ്കിൽ 8111991720 എന്ന മൊബൈൽ ഫോൺ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ IELTS സൗജന്യമായി പഠിപ്പിക്കുന്ന ഈ ഒരു പരിപാടിയിൽ നിങ്ങളും പങ്കാളികളാകുക. മുംബൈയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പോലീസ്. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 6 വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. 5 അതിലധികമോ പേർ ഒത്തുകൂടാൻ പാടില്ല. ആയുധങ്ങളോ ആയുധമാക്കാൻ സാധ്യതയുള്ള വസ്തുക്കളോ കൈവശം വയ്ക്കാൻ പാടില്ല. നഗരത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന വിവരങ്ങളെ തുടർന്നാണ് ഈ നടപടി. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് മുംബൈയിൽ സംഭവിക്കുന്നത്? പോലീസിന്റെ ഉത്തരവിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. മുംബൈയുടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവനും ഭീഷണി ഉണ്ടാകാനിടയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കടുത്ത നിയന്ത്രണം ഇപ്പോൾ മുംബൈ പോലീസ് ഉത്തരവിലൂടെ ഇറക്കിയിരിക്കുന്നത്. ഈ മാസം 22-ാം തീയതി, അതായത് തിങ്കളാഴ്ച മുതൽ ഇനി ഒക്ടോബർ 6-ാം തീയതി വരെ ഈ കടുത്ത നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരും. അതിൽ 5 അതിലധികം പേർക്ക് ഒത്തുകൂടാൻ പാടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, ഒരു ഉത്തരവ്. അതോടൊപ്പം തന്നെ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കാൻ പാടില്ല, ജാഥകളും മറ്റുമൊന്നും നടത്താൻ പാടില്ല, സമര പരിപാടികൾക്ക് നിയന്ത്രണമുണ്ട്. എന്തിനും പൊതു ഇടത്ത് പാട്ട് പാടുന്നതിനും സംഗീതം കേൾപ്പിക്കുന്നതിനും പോലും ഈ ഉത്തരവിൽ വിലക്കുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ കടുത്ത നിയന്ത്രണങ്ങളാണ്. ഇതിൽ ചില ഇളവുകൾ സ്കൂളുകൾക്ക്, ഓഫീസുകൾക്ക്, അങ്ങനെ ആളുകൾ നിർബന്ധമായി ഒത്തുകൂടേണ്ട സാഹചര്യങ്ങളുണ്ടല്ലോ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട്, അത്തരം സാഹചര്യങ്ങൾക്ക് മാത്രമേ ഒഴിവുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള സമര പരിപാടികൾക്ക് ഒക്കെ തന്നെ നിയന്ത്രണങ്ങളുണ്ട്. ആയുധങ്ങൾ കൈവശം വെക്കുന്നതിന് സ്വാഭാവികമായും ഒരു നിയന്ത്രണമുണ്ട്, അതിന് വിലക്കുണ്ട്. അതിനപ്പുറത്തേക്ക് ആയുധമാക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ പോലും കൈവശം ഉണ്ടാകാൻ പാടില്ല. കല്ലും മറ്റുമൊക്കെ ശേഖരിക്കുന്നതും അത് കൊണ്ടു നടക്കുന്നതും പോലും, ഒരു കല്ലേറൊക്കെ നടത്താനുള്ള സാഹചര്യം മുന്നിൽ കണ്ടാകാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും വിലക്കിക്കൊണ്ടാണ് ഈ ഉത്തരവ്, കർശന നിയന്ത്രണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. SKN. ഓക്കെ ശ്രീനാഥ് ചന്ദ്രൻ, താങ്ക് യു.
സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന KJ ഷൈൻ രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കാൻ നെറികെട്ട പ്രചാരണം നടത്തുന്നുവെന്നും തൻ്റെ കുടുംബത്തെ പോലെ വേട്ടയാടുന്നുവെന്നും ഷൈൻ ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. തനിക്കെതിരെ വ്യാജ പ്രചാരണമെന്ന പരാതിയുമായി KN ഉണ്ണികൃഷ്ണൻ MLAയും രംഗത്ത് വന്നു. നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന MLA ഫേസ്ബുക്കിൽ. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് എന്ന CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ് കുറ്റപ്പെടുത്തി. വളരെ മോശമായ ഒരു സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇപ്പൊ ടീച്ചർ നിലവിൽ ഓൾറെഡി അതിന് കേസ് നൽകിയിട്ടുണ്ട്. ടീച്ചർ നടത്തുന്ന ആ നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നു. നമ്മുടെ നാട്ടിനകത്തെ ജീർണിച്ച രാഷ്ട്രീയ സംസ്കാരത്തെയാണ് ഇത് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പുറത്തു വന്നതോടുകൂടി ഏത് രൂപത്തിലാണ് കേരളത്തിന്റെ കോൺഗ്രസ് ജീർണിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായതാണ്. അപ്പോ കോൺഗ്രസ് ചെന്നകപ്പെട്ട ജീർണതയെ മറയ്ക്കാൻ വേണ്ടി കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം ഇത്തരത്തിൽ ഏത് നെറുകേടും കാണിക്കും എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ആ സംഘമാണ് CPMന്റെ ജനപ്രതിനിധികളെയും വനിതാ നേതാക്കന്മാരെയും അപമാനിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തലയും വാലുമില്ലാത്ത ഒരു വിവരങ്ങൾ ഇന്നലെയും മറ്റുമായി പ്രചരിപ്പിച്ച് അതിൽ നിന്ന് ഇന്നൊരു രൂപത്തിലേക്കുള്ള സോഷ്യൽ മീഡിയ പ്രചരണത്തിലേക്ക് പോകും. എന്നാൽ ഈ ആരോപണം തള്ളി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് രംഗത്ത് വന്നു. CPM ജില്ലാ സെക്രട്ടറി പ്രസ്താവന പിൻവലിക്കണമെന്ന് DCC പ്രസിഡന്റ് ആവശ്യപ്പെടുകയും ചെയ്തു. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പേജുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ മറ്റുള്ള ആളുകളോ പ്രചരിപ്പിച്ച ഒന്നല്ല. ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവെക്കുക? CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറി തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഇത്രയധികം മോശമായ രീതിയിൽ ഒരു പ്രസ്താവന നടത്തുന്നത്, അദ്ദേഹം അത് പിൻവലിക്കണം എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. വിവരങ്ങളുമായി ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. SKN കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഈ KJ ഷൈനെയും KN ഉണ്ണികൃഷ്ണനെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാപകമായി പോസ്റ്റുകൾ പ്രചരിക്കുകയും അവരെ അപമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രചരണങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. അതിലാണ് ഇന്ന് രണ്ടുപേരും രംഗത്ത് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് KJ ഷൈൻ്റെ പ്രസ്താവനയാണ്. തന്റെ കുടുംബാംഗങ്ങളെ പോലും വെറുതെ വിടാത്ത രീതിയിൽ വേട്ടയാടുന്നു. ഇതിനെ നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. വിവിധ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ വന്ന ആ ലിങ്കുകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നതെന്ന് KJ ഷൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ നാളെ ഒരുപക്ഷെ വരാനും സാധ്യതയുണ്ട്. അതിനിടയിലാണ് KN ഉണ്ണികൃഷ്ണൻ MLAയും വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നത്. രാഷ്ട്രീയമായും വ്യക്തിപരമായും നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. പ്രദേശത്തെ ഒരാളുടെ അക്കൗണ്ടിലൂടെയാണ് ഇത്തരത്തിൽ പേരോ മറ്റും സൂചിപ്പിക്കാതെ എന്നാൽ താനെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ വന്നത്. പിന്നീട് അത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു. തന്നെ രാഷ്ട്രീയമായും വ്യക്തിപരമായും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പറയുന്നു. ഇതിന് പിന്നാലെ CPMന്റെ ജില്ലാ സെക്രട്ടറിയും KJ ഷൈന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയും അത് കോൺഗ്രസിന്റെ ചില സൈബർ ഹാൻഡിലുകളാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് ആരോപിക്കുകയും ചെയ്തു. എന്നാൽ DCC പ്രസിഡന്റ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി ആ പ്രസ്താവന പിൻവലിക്കണം, എല്ലാ കാലവും എല്ലാം മൂടിവെക്കാൻ സാധിക്കില്ല, പക്ഷേ തങ്ങളല്ല ഇത് ചെയ്തത് എന്നുള്ള ഒരു നിലപാട് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സ്വീകരിക്കുകയും ചെയ്തു. ഏതായാലും രാഷ്ട്രീയമായി UDFും LDFും പ്രത്യേകിച്ച് CPIMും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. നാളെ ഇക്കാര്യത്തിൽ ഒരുപക്ഷെ പോലീസ് കേസെടുക്കാനുള്ള സാധ്യതയും KJ ഷൈൻ്റെ പരാതിയിൽ കേസെടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. കോഴിക്കോട് പേരാമ്പ്രയിൽ ലോട്ടറി വിൽപ്പനക്കാരനായ ഭിന്നശേഷിക്കാരന് അയൽവാസിയുടെ ക്രൂരമർദ്ദനമേറ്റു. ചങ്ങരോത്ത് പട്ടണിപ്പാറ സ്വദേശി പ്രദീപിനാണ് മർദ്ദനമേറ്റത്. അയൽവാസിയായ ഗോപിനാഥക്കുറുപ്പ് മർദ്ദിച്ചെന്നാണ് പരാതി. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് വാർത്തകയുമായി വരുന്നു. നിഖിൽ, ഗുഡ് ഈവനിങ്, പറയും. ഗുഡ് ഈവനിങ്. ലോട്ടറി വിൽപ്പനക്കാരനായ ഭിന്നശേഷിക്കാരനാണ് അയൽവാസിയുടെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത്. ചങ്ങരോത്ത് പട്ടാണിപ്പാറ സ്വദേശിയായിട്ടുള്ള 48-കാരൻ പ്രദീപൻ, ഇദ്ദേഹം ലോട്ടറി വിറ്റാണ് ജീവിക്കുന്നത്. അയൽവാസിയായ ഗോപിനാഥ കുറുപ്പ് എന്നയാളാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറയുന്ന കാര്യം. തലയ്ക്കും വലത് കൈക്കും പരിക്കേറ്റ പ്രദീപനെ കല്ലോട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പിന്നീട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സത്യത്തിൽ എന്തിനാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ചത് എന്നുള്ള കാര്യം വ്യക്തമല്ല.
ഈ ആക്രമണത്തിൽ വീട്ടിലെ കോഴിക്കൂടിനും അതിന് മുകളിൽ ഇട്ടിരുന്ന പ്ലാസ്റ്റിക് ഷീറ്റും ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഇദ്ദേഹം തകർത്തതായി പറയപ്പെടുന്നുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഭിന്നശേഷിക്കാരനെ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അതിന് എന്ത് കാരണത്തിനാണെങ്കിലും അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ പ്രദീപിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. നാഗ്പൂരിൽ 11-കാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജിത്തു യുവരാജാണ് കൊല്ലപ്പെട്ടത്. രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിലെ ശ്രമം. കുട്ടി എതിർത്തതോടെ കുട്ടിയെ തന്നെ കൊലപ്പെടുത്തി. 2 ദിവസം സൂക്ഷിച്ച ശേഷം മൃതദേഹം കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു. പ്രതികളായ 3 പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു. അടുത്ത കാലത്ത് കുട്ടിയുടെ അച്ഛൻ സ്ഥലവിൽപ്പന നടത്തി. ഇതിലൂടെ കിട്ടിയ പണം കൈക്കലാക്കാനായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം. സ്കൂളിലേക്ക് പോയ കുട്ടി മടങ്ങി വരാത്തതോടെയാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. കുട്ടി ഒരു കാറിൽ പോകുന്നത് കണ്ടെന്ന് സുഹൃത്തുക്കൾ പോലീസിന് വിവരം നൽകി. അന്വേഷണം നടക്കുന്നതിനിടെയാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. നിർഭാഗ്യകരമായ സംഭവമാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വെള്ളറടയിൽ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിലായി. വെള്ളറട അരുവാട്ടുകോണം അനീഷിനെയാണ് വെള്ളറട പോലീസ് അറസ്റ്റ് ചെയ്തത്. അലക്സ് റാം മുഹമ്മദ് അപ്ഡേറ്റ് ചെയ്യുന്നു തിരുവനന്തപുരം നിന്ന്. അലക്സ് റാം, ഇയാളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വെള്ളറടയിലാണ് ഈ സംഭവം. പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയായിരുന്നു പ്രതി. വെള്ളറട അരുവാട്ടുകോണം സ്വദേശി അനീഷിനെയാണ് വെള്ളറട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഈ പെൺകുട്ടി, അതായത് സ്കൂളിൽ പഠിക്കുന്ന ഈ പെൺകുട്ടി അധ്യാപികയോട് തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവെക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. അധ്യാപിക കൗൺസിലിങ്ങിന് പെൺകുട്ടിയെ ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് മുന്നിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിയോട് ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇക്കാര്യങ്ങൾ ചോദിച്ചറിയുകയും പെൺകുട്ടിയുടെ മൊഴി എടുക്കുകയും ചെയ്തു. തുടർന്ന് വെള്ളറട പോലീസിന് പെൺകുട്ടിയുടെ ഈ മൊഴി ചൈൽഡ് ലൈൻ പ്രവർത്തകർ കൈമാറുകയായിരുന്നു. തുടർന്നാണ് ഈ പ്രതി അറസ്റ്റ് ചെയ്തത്. എന്താണെങ്കിലും അനീഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ്, മറ്റൊരു വാർത്തയിലേക്ക്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കർണാടകയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തവരെ ആസൂത്രിതമായി ഒഴിവാക്കിയെന്നാണ് വാർത്താസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് ആരോപിച്ചത്. രാഹുലിന്റെ ആരോപണം തള്ളി കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നു. തെളിവുൾപ്പെടെ പുറത്തുവിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് നിരാശയെന്ന BJPയുടെ വിമർശനവും വന്നു. The Chief Election Commissioner of India, Gyanesh Kumar, is protecting the people who are doing this. This is being done at scale and this is being done using large resources. ഹൈഡ്രജൻ ബോംബല്ലെന്ന് തുടക്കത്തിലെ വ്യക്തമാക്കിയ രാഹുൽ ഗാന്ധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ കടന്നാക്രമിച്ചാണ് വോട്ട് കൊള്ളയിൽ പുതിയ തെളിവുകൾ നിരത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന് ലഭിക്കുമായിരുന്ന 6018 വോട്ടുകൾ പട്ടികയിൽ നിന്ന് ആസൂത്രിതമായി ഒഴിവാക്കിയെന്നാണ് ആരോപണം. വോട്ട് നീക്കാൻ അപേക്ഷ നൽകിയത് സംസ്ഥാനത്തിന് പുറത്തുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച്. മഹാരാഷ്ട്രയിലെ രജുറായിൽ 6800-ലേറെ വ്യാജ വോട്ടർമാരെ കൂട്ടിച്ചേർത്തെന്ന ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഇതിനായി പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടെന്നും രാഹുൽ ഗാന്ധി. അലന്ത് മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടേഴ്സിനെ വാർത്താ സമ്മേളന വേദിയിലെത്തിച്ചായിരുന്നു രാഹുലിന്റെ ആരോപണം. ನನಗೆ ನಾಲೆಜ್ ಇಲ್ಲದೆ ನನ್ನ ಹೆಸರು ಮೇಲೆ 9 ಜನರ ಲಿಸ್ಟನ್ನು ಡಿಲೀಟ್ ಮಾಡಿದ್ದಾರೆ. ಅದು ಯಾಕಂತ ಇವರು ನನಗೆ ಬಂದು ಕೇಳಿದರು, ನಮ್ಮ ಹೆಸರು ನೀವು ಯಾಕೆ ಡಿಲೀಟ್ ಮಾಡಿದ್ರಿ ಅಂತ. ആരോപണങ്ങൾ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ആലന്ത് മണ്ഡലത്തിലെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. 2023 ഫെബ്രുവരി 21-ന് പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കൽബുർഗി പോലീസ് സൂപ്രണ്ടിന് 2023 സെപ്റ്റംബർ 6-ന് മുഴുവൻ വിവരങ്ങളും കൈമാറി. നീക്കം ചെയ്തത് 24 വോട്ടുകൾ മാത്രം. 5994 അപേക്ഷകൾ തെറ്റെന്ന് കണ്ടെത്തുകയും ഈ അപേക്ഷകൾ നിരസിച്ചിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു. രാഹുൽ ഗാന്ധിയുടെ ശ്രമം രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാനെന്നാണ് BJPയുടെ ആരോപണം. 24 ഡൽഹി. ഷീജ MK പറയുന്നു, നമ്മുടെ ഓണക്കോടി കിട്ടിയാൽ എനിക്ക് കിട്ടുമോ? 1001 പേരിൽ ഷീജ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഓണക്കോടി കിട്ടും. കൃത്യമായ വിലാസമില്ലാതെ പോവുകയോ അല്ലെങ്കിൽ ഫോൺ നമ്പർ ഇല്ലാതെ പോവുകയോ ചെയ്താലാണ് വരും. ഷീജയുടെ വിലാസം നമ്മളെ ഒന്ന് അറിയിച്ചു തരിക. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം. സൈറ്റിൽ പോയി ആദ്യം 24news.com എന്ന വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുക ഈ 1001 പേരിൽ താങ്കൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന്. ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ഓണക്കോടി കിട്ടും. എല്ലാവരോടുമായിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. CPM രാജാക്കാട് ഏരിയ സെക്രട്ടറിയും MM മണിയുടെ മകളുമായ സുമാ സുരേന്ദ്രന് ഇരട്ട വോട്ടുണ്ടെന്ന് ആരോപണമുയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ രാജകുമാരി പഞ്ചായത്തിലും രാജാക്കാട് പഞ്ചായത്തിലും സുമാ സുരേന്ദ്രന്റെ പേര് കണ്ടു. രാജകുമാരി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ രാജകുമാരി പഞ്ചായത്ത് 1-ാം വാർഡിലും രാജാക്കാട് പഞ്ചായത്ത് 5-ാം വാർഡിലുമാണ് സുമാ സുരേന്ദ്രന് വോട്ടുള്ളത്. നിലവിൽ രാജാക്കാട് പഞ്ചായത്ത് 5-ാം വാർഡിൽ സ്ഥിരതാമസക്കാരിയാണ് സുമ. മുൻപ് രാജകുമാരി 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. രാജകുമാരിയിൽ വ്യാപകമായി CPIM കള്ളവോട്ട് ചേർത്തതിന്റെ ഭാഗമാണ് സുമാ സുരേന്ദ്രന്റെ ഇരട്ട വോട്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇപ്പോൾ CPMന്റെ രാജാക്കാട് ഏരിയ സെക്രട്ടറിയുമായ ശ്രീമതി സുമാ സുരേന്ദ്രന് രാജകുമാരി 1-ാം വാർഡ് 307-ാം നമ്പർ വോട്ടറാണ്. എന്നാൽ ഈ വ്യക്തിക്ക് രാജാക്കാട് 5-ാം വാർഡിലെ 798-ാം നമ്പർ വോട്ടറും കൂടിയാണ്. അതേസമയം ഇരട്ട വോട്ട് സാങ്കേതിക പിഴവെന്നാണ് സുമാ സുരേന്ദ്രന്റെ വിശദീകരണം. രണ്ടിടത്തും വോട്ടുണ്ടെന്നറിഞ്ഞതോടെ രാജകുമാരി പഞ്ചായത്തിലെ വോട്ട് റദ്ദാക്കാൻ രേഖാമൂലം അപേക്ഷ നൽകിയിരുന്നു. NRCTയിലെ AKG സേവാ കേന്ദ്രം വഴിയാണ് അപേക്ഷ നൽകിയതെന്നും സുമ പറഞ്ഞു. AKG സേവാ കേന്ദ്രം വഴി എൻ്റെ വോട്ട് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ എന്തായാലും ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഇടപെടലിൻ്റെ കുറവായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും അത് ഒഴിവായിട്ടില്ല എന്നാണ് എൻ്റെ ശ്രദ്ധയിൽ വന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് ആക്ഷേപത്തിന് സാധ്യതയില്ല. കാരണം ഇവിടുത്തെ താമസക്കാരി എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തു. അവിടുത്തെ മാറ്റാൻ വേണ്ടി ഞാൻ കൊടുക്കുകയും ചെയ്തിരുന്നു. അത് വേണമെങ്കിൽ രേഖ വേണേലും നമുക്ക് കാണിക്കാം. ജീവനക്കാരുടെ വീഴ്ചയായിരിക്കും രാജകുമാരിയിലെ വോട്ട് റദ്ദാകാതിരിക്കാൻ കാരണമെന്ന് സുമ കുറ്റപ്പെടുത്തി. അതേസമയം രാജകുമാരിയിലെ ഇരട്ട വോട്ട് ആരോപണത്തിൽ കർശന നടപടി വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. 24 ഇടുക്കി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കെ പ്രചാരണം സജീവമാക്കി NDA. ബിരുദധാരികളായ തൊഴിൽരഹിതർക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതി മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിലെത്തി. സംരംഭം തുടങ്ങാൻ ഓരോ കുടുംബത്തിലെയും ഒരു വനിതയ്ക്ക് 10,000 രൂപ, 6 മാസം കഴിഞ്ഞാൽ 2 ലക്ഷം. സർക്കാർ ജോലികളിൽ 35% സ്ത്രീ സംവരണം, പലിശരഹിത വിദ്യാഭ്യാസ വായ്പ, 125 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി, വീടുകളിൽ സൗജന്യ സോളാർ പ്ലാന്റ്. ഇപ്പോഴിതാ തൊഴിൽ രഹിത ബിരുദധാരികൾക്ക് 2 വർഷത്തേക്ക് പ്രതിമാസം 1000 രൂപ. 2 മാസത്തിനിടെ നിതീഷ് കുമാർ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളാണ് ഇതെല്ലാം. വോട്ട് മോഷണ വിവാദവും ക്രമസമാധാന വികസന പ്രശ്നങ്ങൾ ഉയർത്തിയും പ്രതിപക്ഷം കടന്നാക്രമിക്കുമ്പോൾ പതിവ് പോലെ സൗജന്യങ്ങളിൽ സർക്കാർ പിശുക്കുന്നില്ല. അടുത്ത മാസം പകുതിയോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ അമിത്ഷാ കൂടി എത്തിയതോടെ ബീഹാർ രാഷ്ട്രീയം ചൂടുപിടിച്ചു. നുഴഞ്ഞുകയറ്റ പ്രശ്നമുയർത്തിയും പ്രതിപക്ഷത്തെ പരിഹസിച്ചും ഭൂരിപക്ഷ വോട്ട് ഏകീകരണത്തിനാണ് അമിത്ഷാ ലക്ഷ്യമിടുന്നത്. अभी अभी राहुल बाबा यहाँ आए थे, मालूम है ना आपको? एक यात्रा निकाली थी ना, उन्होंने जो यात्रा निकाली थी वो यात्रा घुसपैठियों को बचाने के लिए यात्रा निकाली थी. ये राहुल गांधी बिहार के गरीबों की, बिहार के युवाओं की चिंता नहीं करते, बांग्लादेश से आए हुए घुसपैठियों की चिंता करते. വോട്ടധികാര യാത്രയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് നടത്തുന്ന യാത്രയും തുടരുകയാണ്. നവംബർ 22-നാണ് ബീഹാർ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. 243 അംഗ നിയമസഭയിലേക്ക് 3 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടത്താനാണ് ആലോചന. 24 ഡൽഹി. തിരുവനന്തപുരത്ത് ഒരു വാർത്ത. സിവിൽ പോലീസ് ഓഫീസർ അയൽവാസിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പള്ളിച്ചൽ പെരിങ്ങമല സ്വദേശി ബിനോഷിനാണ് വെട്ടേറ്റത്. കരമന പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സുമേഷാണ് വെട്ടിയത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുന്നു തിരുവനന്തപുരത്ത്. അലക്സ്, എന്താ സംഭവിച്ചത്? വൈകുന്നേരം 4 മണിയോടെയാണ് ഈ സംഭവം. രണ്ടുപേരും അയൽവാസികളാണ്. അതായത് ഈ കരമന പോലീസ് സ്റ്റേഷനിലെ CPO സിവിൽ പോലീസ് ഓഫീസറായ സുമേഷും അതുപോലെ പള്ളിച്ചൽ പെരിങ്ങമല സ്വദേശി ബിനോഷും അയൽവാസികളാണ്. നേരത്തെ ഇവർ തമ്മിൽ മുൻവൈരാഗ്യം നിലനിന്നിരുന്നു എന്നാണ് ബിനോഷ് പറയുന്നത്. ഇതിൽ ബിനോഷിനോട് നമ്മൾ സംസാരിച്ചിരുന്നു. ബിനോഷ് പറയുന്നത് ഈ ബിനോഷിൻ്റെ സ്ഥലം, കുറച്ച് ഭൂമി ഈ പറഞ്ഞ സിവിൽ പോലീസ് ഓഫീസർ സുമേഷിൻ്റെ വീടിനോട് ചേർന്നാണ് കിടക്കുന്നത്. അതിൽ സുമേഷും ചില സുഹൃത്തുക്കളും നേരത്തെ ഒരു ദിവസം അവിടെ വന്ന് മദ്യപിച്ചിരുന്നു. അതിനെ തുടർന്ന് വാക്കുതർക്കം ഉണ്ടായിരുന്നു. ആ മുൻവൈരാഗ്യം അങ്ങനെ നിലനിൽക്കുകയായിരുന്നു എന്നാണ് ബിനോഷ് പറയുന്നത്. ഇന്നിപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം നോക്കി നിൽക്കുകയാണ് തന്നെ ആക്രമിച്ചതെന്നാണ് ബിനോഷ് പറയുന്നത്. ബിനോഷ്
നേമം പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ബിനോഷ് പറയുന്നത് ഈ സിവിൽ പോലീസ് ഓഫീസർ കത്തിയും അതുപോലെ ചുറ്റികയും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ബിനോഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ബിനോഷിന്റെ കൈക്ക് ലിഗമന്റ് ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്, കൈക്ക് ഫ്രാക്ചർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല മുഖത്ത് ഈ കത്തി കൊണ്ട പാടുകളുണ്ട്. അത് വലിയ രീതിയിൽ വെട്ടേൽക്കാതെ രക്ഷപ്പെട്ടെത്താൻ ഒഴിഞ്ഞു മാറിയതിനാലെന്നാണ് ബിനോഷ് പറയുന്നത്. എന്താണെങ്കിൽ നേമം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അറിയാൻ കഴിയുന്നത് ഒരു കൗണ്ടർ പരാതി ബിനോഷിനെതിരെ സുമേഷും നൽകാൻ ഒരുങ്ങുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. സുമേഷിനോട് നമുക്ക് സംസാരിക്കാൻ, അതായത് സിവിൽ പോലീസ് ഓഫീസറോട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. എന്താണെങ്കിലും നേമം പോലീസ് ഇതുവരെ FIR രജിസ്റ്റർ ചെയ്യുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാകാം. എന്താണെങ്കിലും ഒരു ദാരുണമായ സംഭവം, അതായത് മാതൃകാപരമല്ലാത്തൊരു സംഭവമാണ് തിരുവനന്തപുരം പെരിങ്ങമലയിൽ നിന്നുണ്ടാകുന്നത്. സിവിൽ പോലീസ് ഓഫീസർ അയൽവാസിയെ വെട്ടി പരിക്കേൽപ്പിച്ചു എന്നാണ് പരാതി. SK. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. കാട്ടാനെ ഞെട്ടിച്ച് ഒരു ആനച്ചിത്രം നീലഗിരി ജില്ലയിലെ മുതുമല കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത്. കാടിനോട് ചേർന്ന് റോഡരികിലെ ബോർഡിൽ ആനയുടെ ഒരു ചിത്രം വരച്ചിരിക്കുന്നത് കണ്ട് കാട്ടാന ഞെട്ടുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. മസിനഗുഡിയിൽ നിന്ന് തെപ്പക്കാടിലേക്കുള്ള യാത്രക്കിടെ യാത്രക്കാർ പകർത്തിയ ഒരു ദൃശ്യമാണ് ഇത്. ആന ഒരു ചിത്രപ്രേമിയാണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കിക്കോളൂ, സൂപ്പറായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ് എന്ന് ആന മനസ്സിൽ പറയുന്നുണ്ടാകും. വലിയ മനസ്സാവൂല ആനയാവും. ആ ചിത്രകാരനെ കണ്ടാലും ആന ഒന്ന് ആലിംഗനം ചെയ്തേനെ. ചിലപ്പോൾ അവസാനത്തെ ആലിംഗനമായി പോയി. ഇങ്ങനെയാണോ വരച്ചു വയ്ക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചായിരിക്കും ആന പിറകോട്ടൊന്ന് മാറിയത്. ഓക്കെ, അപ്പം പ്രേക്ഷകർ ശ്രദ്ധിച്ചുള്ളൂ, ആനയുടെ ഒരു ഞെട്ടലുണ്ട്. അതുകൂടെ നിങ്ങൾ ഫുള്ളായിട്ട് ഉൾക്കൊണ്ടോളൂ. ആനയെ ഞെട്ടി ആന മനസ്സുകൊണ്ട് പൊട്ടി തകർന്ന് പിന്നിലോട്ട് മാറാൻ പോകുന്നു. ഇത്രയും നല്ലൊരു ചിത്രം ആന ആദ്യമായിട്ട് കാണാൻ തോന്നുന്നു. നല്ല ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചിട്ടില്ലെന്ന് തോന്നി ആന. ഓക്കെ, എന്തായാലും നന്നായി. അപ്പോൾ ഈ ഒരു നല്ല ദൃശ്യത്തോടെ നമുക്ക് ഇന്നത്തെ പ്രൈം ടൈം അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.